റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വീണ്ടും ആശങ്കകൾ ഉയരുകയാണ്. ഇന്ത്യക്ക് ഇതുവരെ അനുവദിച്ചിരുന്ന ഉപരോധ ഇളവുകൾ ഇനി തുടരാൻ സാധ്യതയില്ല എന്ന ശക്തമായ സൂചനയാണ് അമേരിക്ക ഭരണകൂടം നൽകുന്നത്. ഇതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും എണ്ണവിലയും വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ നടന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യക്ക് നൽകിയിരുന്ന ഈ ഇളവുകൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി. ജൂൺ 17-നാണ് നിലവിലെ ഇളവിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനുശേഷം ഇത് വീണ്ടും നീട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയുടെ വരുമാനത്തിന്റെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണ് എണ്ണ കയറ്റുമതി. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയുടെ വാദം വളരെ വ്യക്തമാണ്. റഷ്യൻ എണ്ണ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം യുദ്ധത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ആയതിനാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരോക്ഷമായ യുദ്ധത്തിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ സാഹചര്യം വ്യത്യസ്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിനും വലിയ തോതിൽ എണ്ണ ആവശ്യമാണ്. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വാങ്ങുന്നവരെ ആകർഷിക്കാൻ റഷ്യ എണ്ണയ്ക്ക് വലിയ വിലക്കിഴിവ് നൽകാൻ തുടങ്ങി. ഈ അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തി. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വില ലഭിച്ച റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടമാണ് നൽകിയത്. ഈ വിലക്കുറവ് കാരണം ഇന്ത്യക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭം ലഭിച്ചതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. അതോടൊപ്പം രാജ്യത്തെ ഇന്ധന വിലകൾ വലിയ വർധനവുണ്ടാക്കാതെ നിയന്ത്രിക്കാനും ഇത് സഹായിച്ചു. ആയതിനാൽ തന്നെ റഷ്യ എണ്ണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ തുടങ്ങി. അതേസമയം ആഗോള ഊർജ്ജ വിപണിയിൽ അടുത്തിടെ ഉണ്ടായ അസ്ഥിരതയും അമേരിക്കയുടെ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മധ്യപൂർവ്വദേശത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യക്ക് താൽക്കാലിക ഇളവുകൾ അനുവദിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഇളവ് ആദ്യമായി അനുവദിച്ചത്. പിന്നീട് 2 തവണ കൂടി അതിന്റെ കാലാവധി നീട്ടി നൽകി. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഈ ഇളവുകൾ കൂടുതൽ നീട്ടാൻ താൽപ്പര്യമില്ലെന്നാണ് സൂചന. സെനറ്റ് കമ്മിറ്റി യോഗത്തിൽ സെനറ്റർ ജിൻ ഷഹീൻ ഇക്കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു. ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവുകൾ അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് റൂബിയോ ഭരണകൂടത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആഗോള എണ്ണ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നതിനേക്കാൾ താൽക്കാലികമായ ഇളവുകൾ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താൽപ്പര്യങ്ങളും കണക്കിലെടുത്ത് എവിടെ നിന്നും വേണമെങ്കിലും എണ്ണ വാങ്ങാനുള്ള ആവശ്യം ഇന്ത്യക്കുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യക്ക് ഏറ്റവും പ്രധാനം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം ലഭ്യമാക്കുകയും വ്യാവസായിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ ഇരിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ആയതിനാൽ വില കുറഞ്ഞതും സ്ഥിരത ഉള്ളതുമായ ഉറവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്വാഭാവികമായ തീരുമാനമാണെന്ന് ഇന്ത്യ കരുതുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ വിഷയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലതവണ ചർച്ചയായിട്ടുണ്ട്. മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലിനെ ശക്തമായി വിമർശിച്ചിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് ശേഷം ഈ തീരുമാനം പിൻവലിക്കപ്പെട്ടു. ട്രംപ് പല അവസരങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ വിഷയം ചർച്ച ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ എണ്ണയിലുള്ള ആശ്രയം ഇന്ത്യ ക്രമേണ കുറയ്ക്കുമെന്ന് മോദി ഉറപ്പ് നൽകിയതായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ ചില ഔദ്യോഗിക രേഖകളും ഇന്ത്യൻ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ തയ്യാറാണെന്ന സൂചനകൾ ഉണ്ടായതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി റഷ്യൻ എണ്ണ പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ അമേരിക്കയുടെ പുതിയ നിലപാട് ഇന്ത്യക്ക് മുന്നിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറയുകയോ വാങ്ങുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തുകയോ ചെയ്താൽ ഇന്ത്യക്ക് പുതിയ വിതരണ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇതിനെയാണ് അമേരിക്ക ഇന്ത്യയും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വെനിസ്വല പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിലൂടെ റഷ്യയിലുള്ള ആശ്രയം കുറയ്ക്കാനാകുമെന്ന് അവരുടെ പ്രതീക്ഷ. എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എണ്ണയുടെ വില, ഗതാഗത ചെലവ്, വിതരണത്തിന്റെ സ്ഥിരത, കരാർ വ്യവസ്ഥകൾ എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. റഷ്യൻ എണ്ണ ഇന്ത്യക്ക് സാമ്പത്തികമായി വളരെ പ്രയോജനകരമായതിനാൽ അതിനു പകരം മറ്റൊരു ഉറവിടം
കണ്ടെത്തുന്നത് വെല്ലുവിളിയായിരിക്കും. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് റഷ്യയിൽ നിന്ന് ലഭിച്ച കുറഞ്ഞ വിലയുള്ള എണ്ണ ഇന്ത്യ വലിയ തോതിൽ ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സമയങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനം ലഭിക്കാൻ ഇത് സഹായിച്ചിരുന്നു. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദവും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യ അവഗണിക്കാൻ കഴിയില്ല. അമേരിക്ക ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയിലൊന്നാണ്. പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധവും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധവും തമ്മിൽ ഒരു തുല്യതയും നിലനിർത്തേണ്ട സാഹചര്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. ജൂൺ 17 ശേഷം അമേരിക്കയുടെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇളവുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുമോ അതോ പുതിയ വ്യവസ്ഥകളുടെ വീണ്ടും നീട്ടുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, റഷ്യൻ എണ്ണയെ ആശ്രയിച്ചുള്ള ഇന്ത്യയുടെ നിലവിലെ നയം അടുത്ത മാസങ്ങളിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര ബന്ധങ്ങളും സംരക്ഷിക്കേണ്ടത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായിരിക്കാം. ഇനി വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ തീരുമാനവും ഇന്ത്യയുടെ പ്രതികരണവും ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യങ്ങളെയും സ്വാധീനിക്കുന്ന പ്രധാന ഘട്ടങ്ങളായി മാറുമെന്ന് വിദഗ്ധർ പറയുന്നു.